ഹായ് ഹലോ വ്യൂവേഴ്സ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി സിമ്പിളായിട്ട് ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കിയാലോ. സാധാരണ ബർത്ത്ഡേ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന എന്താ, നമ്മൾ ക്രീമൊക്കെ വെച്ച് അത്യാവശ്യം ആഡംബരങ്ങളൊക്കെ നടത്തി ചെയ്യുന്നൊരു കേക്കല്ലേ. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ചെറിയൊരു ഐസിങ് ഒക്കെ വെച്ചൊരു സിമ്പിൾ കേക്കാണ്. ഇപ്പോൾ ഞാൻ ഈ മിക്സ് എടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് ഞാൻ ഓൾറെഡി ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തൊക്കെ തന്നെയാണ് കേട്ടോ. അതാ ഞാൻ അധികം ഇത് വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഞാൻ 1 കപ്പ് ആട്ട, പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയാണ് ഞാൻ ഇതിലെടുത്തേക്കുന്നത്. പിന്നെ ഒരു നുള്ള് ഉപ്പൊടിയിട്ട് ഞാൻ ഇതൊന്ന് സീവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ കേക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് വേറെ ആർക്കുമല്ല, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്, അന്നാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അപ്പം ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതെന്നറിയാം, പക്ഷേ ഇങ്ങനത്തെ ഒരു കേക്ക് ആയിരിക്കും അത് എന്തായാലും ചിന്തയിൽ പോലും വരത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു വെറൈറ്റി പിടിച്ചത് തന്നെ. അപ്പം നമുക്ക് ബാക്കിയുള്ള കേക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പം ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിനി ഒന്ന് പൊടിച്ചിട്ട് വരാം. എനിക്കൊരു കുട്ടി ഹെൽപ്പറോട് ഉണ്ട് കേട്ടോ. ആ പുള്ളിക്കാരിയാണ് സൈഡിൽ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് 2 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. 2 മുട്ട എടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ എൻ്റെ കുട്ടി ഹെൽപ്പറിനെ. അപ്പം ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ ഒഴിക്കാം. ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനത് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നതാണ്. ഈ ബൗളിലോട്ട് ഒഴിക്കാം. നമ്മുടെ ഈ മിക്സിലേക്ക് നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഭയങ്കര ഓവറായിട്ട് മിക്സായി പോകാതിരിക്കാനാണ് ഞാൻ തന്നെ ഇത് കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ച് മിക്സ് ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് ഇതുപോലെ ഇളക്കുന്ന എന്ത് കണ്ടാലും ഇരുന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഭയങ്കര ഒരു ത്രില്ലാണ്. കേക്കിന് നമ്മൾ അങ്ങനെ കിടന്ന് മിക്സ് ചെയ്താൽ കേക്ക് അധികം പൊങ്ങാതൊക്കെ വരത്തില്ലേ. അതുകൊണ്ടാണ് ഞാൻ തന്നെ പുള്ളിക്കാരി തന്നെ കയ്യെ പിടിച്ച് ചെയ്യുന്നത്. അങ്ങനെ മിക്സിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോഴാണ് അതുകൊണ്ട് ഒരാൾ അപ്പുറത്ത് നിന്ന് കേക്ക് ട്രേ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത്, ബേക്കിംഗ് ട്രേ. ഞാൻ പറഞ്ഞതൊന്നുമില്ല കേട്ടോ. നമ്മൾ മിക്സൊക്കെ റെഡിയായി വെച്ചപ്പോഴത്തേന് പുള്ളിക്കാർക്ക് മനസ്സിലായി ഇനി അത് ഒഴിക്കേണ്ട സമയമായത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നമ്മൾ പറയാതെ തന്നെ അവർ നമ്മുടെ കൂടെ നിന്ന് എല്ലാം മനസ്സിലാക്കി എടുത്തല്ലോ എന്ന് കാണുമ്പോൾ. നമ്മുടെ ചോക്ലേറ്റ് മിക്സ് റെഡിയാക്കാനായിട്ട് 1/2 കപ്പ് പാൽ ആവശ്യമാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഇടുക. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റായി വരണമല്ലോ. എന്നിട്ട് നമ്മൾ പാല് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനവിടെ ഈ മിക്സൊക്കെ റെഡിയാക്കുമ്പോൾ ഇവിടെ വേറൊരാളാണെങ്കിൽ ഭയങ്കര പരിപാടിയാണ്. ബ്രഷ് ചെയ്യണോ? ഗുഡ് ഗേളാ. ബേക്കിംഗ് ട്രേ ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാൻ ബട്ടർ പേപ്പർ അല്ല യൂസ് ചെയ്യുന്നത്. എനിക്കറിയാം ബട്ടറൊക്കെ അതിലൊന്ന് ബ്രഷൊക്കെ ചെയ്ത് ആട്ടയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ബേക്കിംഗ് ട്രേ റെഡിയാക്കി എടുക്കുന്നതെന്നൊക്കെ പുള്ളിക്കാർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അത്ഭുതമൊക്കെ തോന്നും. ഇവർക്ക് നമ്മളെ കണ്ടു പഠിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പം നമ്മുടെ ചോക്ലേറ്റ് മിക്സൊക്കെ അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ആ കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ച് നിന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഓവർ മിക്സ് ആയും പോകരുത്, അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ ഇത് മിക്സാക്കി എടുത്തു. ഇനി ഇതിനെ നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാവുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് കേക്ക് ബാറ്റർ റെഡി ആയെന്ന് കണ്ടപ്പോഴത്തേന് ഇവിടെ ഒരാൾ ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്ക് വേഗം കേക്ക് ട്രേയിലോട്ട് മാറ്റാവുന്നതാണ്. എന്നിട്ട് വേഗം നമുക്ക് ഓവനിൽ വെക്കാം, അല്ലെങ്കിൽ പിന്നെ ബാറ്റർ തന്നെ തീർന്നു പോകുന്നതാണ്. അതുകൊണ്ട് വേഗം നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഞങ്ങൾ എന്താ ചെയ്യാൻ പോവാ, ഇതിനകത്ത് ഓൺ ചെയ്യാൻ പോവാ. ഇടയ്ക്ക് ഞാനൊരു ചെറിയ ടാസ്ക് കൂടെ കൊടുത്താൽ അല്ല, ബാറ്ററി മുഴുവൻ ഇങ്ങനെ കയ്യിലൊക്കെ നക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു നമ്മുടെ കേക്ക് ടിന്നെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാമല്ലേ. പുള്ളിക്കാരി ടാപ്പ് ചെയ്യുവാണ്.
കുഞ്ഞു കുഞ്ഞു ടാസ്കുകളൊക്കെ കൊടുക്കാമല്ലോ. നമ്മൾ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ്. പിന്നെ ഇപ്പം നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇങ്ങനെ ബേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഈ കേക്കിനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കേക്കിനെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കട്ടെ. കണ്ടില്ലേ, നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിയിലൊന്നും പറ്റി പിടിച്ചിട്ടുമില്ല, എല്ലാം നല്ല പക്കയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മോൾ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് വേഗം ഐസിങ് റെഡിയാക്കി എടുത്താലോ. അതിനായിട്ട് ഞാൻ 50 ഗ്രാം ബട്ടറാണ് എടുത്തേക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യരുത്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതൊരു വൈറ്റ് കളർ ആവുന്നിടം വരെ. അതിലോട്ട് ഞാൻ ഇനിയും ഒരു കുറച്ച് നുള്ളിൽ ഉപ്പിടുകയാണ്. ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഉപ്പൂടി ഇട്ടിട്ട് ഞാൻ ഇത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഐസിങ് ഷുഗർ, അല്ലെങ്കിൽ നമുക്ക് ഐസിങ് ഷുഗർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര വേണം. അത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരയിലോട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോട് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പഞ്ചസാരപ്പൊടിയും കോൺഫ്ലവറോടും ഒന്ന് നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടി നമ്മൾ ഒരു അരിപ്പ് വെച്ച് അതിനെ ഒന്ന് സീവ് ചെയ്തെടുക്കുക. ഒരു പ്രാവശ്യം മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഐസിങ് ഷുഗർ നമ്മുടെ ബട്ടറിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒന്ന് മെസ്സാവും കേട്ടോ. ഒന്നിച്ച് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാതെ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നമുക്ക് പതുക്കെ ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് എസൻസ് കൂടെ ഒഴിക്കാവുന്നതാണ്, വാനില എസൻസ്. ഇത് തീർച്ചയായും ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതുകൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് വെറുതെ ഇങ്ങനെ ഇത് മാത്രമായിട്ട് ഇരുന്ന് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് സ്വീറ്റാണ്. അങ്ങനെ നമ്മുടെ സിമ്പിൾ ബട്ടർ ക്രീം റെഡി ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കേക്ക് കൂട്ടനെ ഒന്ന് ഒരുക്കിയെടുക്കാൻ. കണ്ടില്ലേ, ആ കേക്ക് ടോപ്പൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തായിരുന്നു. അപ്പം ഞാൻ ഇതിനെ ഒന്ന് ഒരുക്കിയെടുക്കുകയാണ്. കണ്ടില്ലേ, ഞാൻ ബട്ടർ ക്രീമൊക്കെ അതിൻ്റെ പുറത്ത് തേച്ച് എന്നെ സുന്ദര കുട്ടപ്പനാക്കി. കഴിയുന്നത്രയും അടിപൊളി ഒരു ലുക്കിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ലുക്കിലല്ലോ കാര്യം, രുചിയിലല്ലേ കാര്യം. പക്ഷേ നമ്മൾ ടേസ്റ്റിൽ ഒരു രക്ഷയുമില്ലാത്തൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ക്രീം കേക്കുകളൊന്നും താല്പര്യമില്ലാത്തവർ, ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള കേക്കുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണല്ലോ. പക്ഷേ അതെല്ലാം കഴിച്ച് മടുത്തിരിക്കുന്നവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ പേരൻസ്, ചിലപ്പോൾ നമ്മൾ തന്നെ അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഇൻസ്പയർ ആയത് എന്താണെന്നറിയോ, ട്രിവാൻഡ്രത്തുള്ളൊരു മാത്യൂസ് കേക്കാണ് കേട്ടോ. ഇത് മാത്യൂസ് കേക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഇത് ആ ഒരു ലുക്കിൽ ഞാൻ ചെയ്തെടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.